إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിമായ മുഅ്മിനായ ഒരു വ്യക്തിക്ക് ധാരാളം കടപ്പാടുകൾ, ബാധ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവിടുത്തോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർക്ക് അവരുടെ സ്വദേഹങ്ങളെക്കാൾ അടുത്തവരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, സഹാബത്തെല്ലാം റസൂലിൻ്റെ കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയുന്നു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ലഅഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. റസൂലേ, എൻ്റെ നഫ്സിനെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതങ്ങാണ് റസൂലേ എന്ന് റസൂലിനോട് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, അത് മതിയാകില്ല ഉമർ, നിന്റെ നഫ്സിനേക്കാൾ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ അത് പൂർണ്ണമാവുകയില്ല. ആ സന്ദർഭത്തിൽ അതാ ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, ഫഅൻതൽ ആന അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എങ്കിലിതാ റസൂലേ, ഈ സമയം മുതൽ, ഇപ്പോൾ മുതൽ താങ്കളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ള പറയുകയാണ്, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ അത് പൂർണ്ണമായതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അവർ റസൂലിൻ്റെ ചര്യയെ മുറുകെ പിടിക്കുന്നവരാണ്. ആ റസൂലിൻ്റെ സുന്നത്തിനെ അതിനെ അനുധാവനം ചെയ്യുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാം. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. റബ്ബിനോട് റസൂലിനോട് നിനക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, നിന്റെ ആ സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ നീ ആ റസൂലിനെ പിൻപറ്റുമായിരുന്നു. കാരണം താൻ സ്നേഹിക്കുന്ന ഒരാൾ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ പിൻപറ്റുന്നവനായിരിക്കും, അനുസരിക്കുന്നവരായിരിക്കുമെന്നും ചില കവികൾ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെന്ന് വാദിക്കുകയും റസൂലിൻ്റെ സുന്നത്തിനോട് നേർവിപരീതമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നവർ അവർ റസൂലിനോട് ആത്മാർത്ഥമായി സ്നേഹം വയ്ക്കുന്നവരല്ല, റസൂലിനോട് ആത്മാർത്ഥമായി മഹബ്ബത്തുള്ളവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള രണ്ടാമത്തെ ബാധ്യതയാണ് റസൂലുള്ള ദീനാക്കിയ, അവിടുന്ന് ആക്കിയ കാര്യങ്ങൾ അതിനെ മറികടന്ന് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ള കാര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുന്നിൽ അവരെ മുൻകടന്നുകൊണ്ട് നിങ്ങൾ യാതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ തഖൂലു ഖൗലൻ ഖിലാഫൽ കിതാബി വസുന്ന. ഖുർആനിനും സുന്നത്തിനും എതിരായിക്കൊണ്ടും നിങ്ങളൊന്നും പറയാൻ പാടില്ല, നിങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ രേഖപ്പെടുത്തിയതായി കാണാം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റൊരിക്കൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളായ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബിയ്യി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ ഒച്ചയിട്ടുകൊണ്ട് റസൂലിനോട് നിങ്ങൾ സംസാരിക്കരുത്.
അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഈ നിയമം നടപ്പിലാക്കിയത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അമലുകൾ അത് നിങ്ങൾ അറിയാതെ ബാത്തിലാകാതിരിക്കാൻ, നിങ്ങളുടെ അമലുകൾ അത് നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം മതനിയമമാക്കിയതെന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലിന്റെ ശബ്ദത്തെക്കാൾ അധികമായി ശബ്ദം ഉയർത്തുക എന്നതുപോലും നമ്മുടെ അമലുകളെ അത് ബാത്തിലാക്കുമെങ്കിൽ, ആ അമലുകളെ നിഷ്ഫലമാക്കുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സുന്നത്തുകൾ, ആ സുന്നത്തിനെതിരായി കൊണ്ട് സ്വന്തം അഭിപ്രായങ്ങളെ അതല്ലെങ്കിൽ മറ്റു ചിന്താധാരകളെ ആ റസൂലിന്റെ സുന്നത്തിനേക്കാൾ അധികമായി അതിനെ വാഴ്ത്തുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവരെക്കുറിച്ച് നാം എന്ത് വിചാരിക്കണമെന്നും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ചതായി കാണാം. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത, സഹാബത്തിന്റെ മാതൃകയില്ലാത്ത ബിദ്അത്തുകൾ അത് റസൂലിനെ മുൻകടക്കലാണ്. റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് റസൂലിന്റെ ചര്യയായി അനുഷ്ഠിക്കുമ്പോൾ അത് റസൂലിനെ വിട്ടുകടക്കലാണ്. ഇതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, റസൂലിനെ മുൻകടന്നുകൊണ്ട് ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ബിദ്അത്താണ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാനിരിക്കുന്നത്. നബിദിനമെന്നും മൗലിദാഘോഷമെന്നും പ്രവാചക സ്നേഹമെന്നും പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ഒരു ആഘോഷത്തിന് പ്രമാണങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ, സ്വഹീഹായ ഹദീസുകളിൽ യാതൊരു തെളിവും തന്നെ നമുക്ക് കാണാൻ കഴിയുകയില്ല. പിൽക്കാലത്ത് ദീനിലേക്ക് ആരൊക്കെയോ കടത്തിക്കൂട്ടിയ കാര്യമാണ്. ദീനിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും വഴിപിഴച്ചത് അത് ദീനിലേക്ക് പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാലത്തുൻ, ദീനിലേക്ക് ഉണ്ടാക്കപ്പെട്ട എല്ലാ ബിദ്അത്തുകളും അത് ളലാലത്താണ്, അത് വഴികേടാണ്. അതുകൊണ്ട് ദീനിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട ആചാരങ്ങളാകട്ടെ, വിശ്വാസങ്ങളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, സ്വലാത്തുകളാകട്ടെ, എന്തു തന്നെയാണെങ്കിലും അതെല്ലാം വഴികേടാണ്, അതെല്ലാം ളലാലത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നാൽ ചിലർ വന്നുകൊണ്ട് പറയുന്നു ഇത് ബിദ്അത്തുൻ ഹസനയാണ്, ഇത് നല്ല ബിദ്അത്താണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു കുല്ലു ബിദ്അത്തുൻ ളലാല, അറബി അറിയുന്നവർക്കറിയാം എല്ലാ ബിദ്അത്തും അത് വഴികേട് തന്നെയാണ്. ദീനായി ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, ദീനിലേക്ക് ചേർക്കപ്പെടുന്ന ഏത് പുതിയ കാര്യങ്ങളുണ്ടോ അതെല്ലാം വഴികേടാണ്. എല്ലാ വഴികേടും നമ്മെ കൊണ്ടെത്തിക്കുന്നത് അത് നരകത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് എല്ലാ വർഷവും റബീഉൽ അവ്വൽ കടന്നു വരുന്ന സന്ദർഭത്തിൽ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ, റസൂലിനെ ആത്മാർത്ഥമായി പിൻപറ്റുന്നവർ, അവിടുത്തെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നവർ, സലഫികൾ എന്ന് വാദിക്കുന്നവർ, പറയുന്നവർ, നമ്മൾ ഇത്തരത്തിലുള്ള ബിദ്അത്തായ ആഘോഷങ്ങളെ നമ്മൾ എതിർക്കാറുണ്ട്. അതിന്റെ അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് താക്കീത് ചെയ്യാറുണ്ട്. ആ സന്ദർഭത്തിൽ ഇത് ആഘോഷിക്കുന്ന ആളുകൾ, ഇതിന്റെ വക്താക്കൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് റസൂലിനോട് സ്നേഹമില്ല, റസൂലിനെ കേവലം ഒരു സാധാരണ മനുഷ്യനാക്കി തീർക്കുകയാണ്, നിങ്ങൾക്ക് സ്വലാത്തില്ല, നിങ്ങൾക്ക് ദിക്റില്ല, നിങ്ങൾക്ക് നന്മകളില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നവരാണ് സലഫികൾ എന്ന് പറയുന്നവർ, അഥവാ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ആദ്യത്തെ ഉത്തമ തലമുറ, 3 തലമുറ അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. അവരൊരിക്കലും സ്വലാത്തിനെ എതിർക്കുന്നവരല്ല, അവരൊരിക്കലും റസൂലിന്റെ സ്നാനത്തെ ഇടിച്ചു താഴ്ത്തുന്നവരല്ല, മറിച്ച് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്, ദിക്റുകൾ ചൊല്ലുന്നവരാണ്. എന്നാൽ ഇന്ന സമയത്ത് പ്രത്യേകമായ ദിക്റുകൾ, പ്രത്യേകമായ എണ്ണവും വണ്ണവും നിശ്ചയിച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത് അവർ നിർവഹിക്കാറില്ല. സ്വലാത്തിന്റെ പേരിൽ പെട്ടികളില്ല, കച്ചവടങ്ങളില്ല, വാർഷികങ്ങളില്ല. ഇതൊന്നും സലഫികൾ അവർക്ക് പരിചയമില്ലാത്ത കാര്യം തന്നെയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ അതേ പ്രഖ്യാപനമാണ് നമുക്കിന്നും പറയാനുള്ളത്. ഫമാ ലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനു യൗമ ദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന അന്ന് ദീനായി എന്തൊക്കെയുണ്ടോ അതല്ലാത്ത മറ്റൊന്നും ഇന്നും ദീനായി നിലനിൽക്കുകയില്ല. അന്ന് ദീനല്ലാത്തത് അതിന്നും ദീനാവുകയില്ല. അന്ന് സ്വലാത്ത്, അന്ന് പഠിപ്പിക്കപ്പെടാത്ത സ്വലാത്ത് അതിന്നും സ്വലാത്തായി നിലനിൽക്കുകയില്ല. അന്ന് പഠിപ്പിക്കാത്ത നോമ്പ് അതിന്ന് നോമ്പാവുകയില്ല. അതുപോലെ ഏതനുഷ്ഠാനമുണ്ടെങ്കിലും അതപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് ബിദ്അത്തിനെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള, അല്ലാഹുവിന് അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നു വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് ബിദ്അത്തുകളെ അവർ എണ്ണിയിട്ടുള്ളത്. വൻ പാപങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ശിർക്കും, കൊലപാതകവും, വ്യഭിചാരവും അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ദീനിലേക്ക് ചേർക്കപ്പെട്ട ബിദ്അത്തുകളും അതും വൻ പാപമാണ് എന്ന അടിസ്ഥാന പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അധിക മുസ്ലിമീങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, നബിയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ആ സ്നേഹത്തിൽ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ അവൻ മൗലിദ് ആഘോഷിച്ചിരിക്കണം എന്നതാണ്. നബിയുടെ ജന്മദിനം ആഘോഷിക്കാത്തവർ, റബീഉൽ അവ്വലിൽ പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നിർവഹിക്കാത്തവൻ, അവന് റസൂലിനോട് സ്നേഹമില്ല, അവന് റസൂലിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവനല്ല, റസൂലിനെ സാധാരണ മനുഷ്യനാക്കിയവനാണ് എന്നൊക്കെയാണ് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് വേണം, സ്നേഹം വേണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, റസൂലിനോടുള്ള സ്നേഹം അതെങ്ങനെയാണ് നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പല ആളുകളും
അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 ആഘോഷിക്കപ്പെടുന്ന ഈ ആഘോഷം അത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ ബിദ്അത്താണ്, അത് തനിച്ച ഹറാമാണ് എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്, ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാം ഇത് പറയുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം. എന്തുകൊണ്ടാണ് നബിദിനാഘോഷം ബിദ്അത്താകുന്നത്? എന്തുകൊണ്ടാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന നിലക്ക് ഈ ആചരിക്കുന്ന ഈ ആഘോഷം അതെന്തുകൊണ്ടാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് എന്ന് ചോദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മറുപടി പറയാൻ കഴിയേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, നബിദിനാഘോഷം എന്നത് അത് ദീനിലില്ലാത്ത കാര്യമാണ്, അത് ബിദ്അത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബുവത്ത് ലഭിച്ചതിന് ശേഷം 23 വർഷക്കാലം അവിടുന്ന് ജീവിക്കുകയുണ്ടായി. അവിടുന്ന് ഒരിക്കൽ പോലും അവിടുന്ന് തന്റെ ജന്മദിനം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. നബിയുടെ മരണശേഷം അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും ഇസ്ലാമിക ഭരണത്തിലെ ആദ്യത്തെ 4 ഖലീഫമാരാണ്. അവർ 30 വർഷത്തോളം അവർ ഇസ്ലാമിന്റെ ഭരണം അവർ നടത്തുകയുണ്ടായി. അവരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും നബിദിനം ആഘോഷിച്ചതിന് തെളിവ് നമുക്ക് കാണുകയില്ല. റസൂലുള്ളാഹി സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് അനുഷ്ഠിച്ചതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സഈദുൻ വസഅദുൻ വബിർഔഫിൻ വതൽഹതു വആമീറു ഫിഹ്റിൻ വസുബൈറുൽ മുമദ്ദഹു റസൂലുള്ളാഹി സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ സഹാബത്താണ്. അവരാരും ഇത് അനുഷ്ഠിച്ചിട്ടില്ല. റസൂൽ മരിച്ചതിന് ശേഷം 100 വർഷം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ സഹാബിയായ അബൂ തുഫൈൽ ആമിർ ബിൻ വാസില റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജ്റ 110 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ 100 വർഷത്തിനിടയിൽ ഒരൊറ്റ സഹാബത്ത് പോലും ഇത് അനുഷ്ഠിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. അവർ നബിയുടെ മരണശേഷം 47 വർഷമാണ് ഈ ഭൂലോകത്ത് ജീവിച്ചത്. അവർ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിന് പ്രത്യേകമായി പരിപാടികൾ സംഘടിപ്പിച്ചത്, പ്രത്യേകമായി ദിക്ർ ഹൽക്കകൾ അതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് സച്ചരിതരായ ആദ്യത്തെ 3 തലമുറയിൽപ്പെട്ട ഒരാളും തന്നെ ഈ ആഘോഷം നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ പ്രമാണമായി, ഒന്നാമത്തെ തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅമ്മാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അഹ്ലുസ് സുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്നത്, അവർ പറയുന്നത് ഫീ കുല്ലി ഖൗലിൻ ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബുത് അനി സ്വഹാബ സ്വഹാബത്തിൽ നിന്ന് നബിയുടെ കൂടെ സഹവസിച്ച, നബിയെ നേരിട്ട് കണ്ട, നബിയിൽ വിശ്വസിച്ച ആ ഈമാനോടുകൂടി മരണപ്പെട്ട സഹാബത്ത് അവരിൽ നിന്ന് സ്ഥിരപ്പെടാത്ത വാക്കുകൾ, അവരിൽ നിന്ന് സ്ഥിരപ്പെടാത്ത പ്രവർത്തനങ്ങൾ, അവർ അതിനെക്കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത് എന്താണ്? ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു എന്നതാണ്. ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അതെങ്ങാനും നന്മയായിരുന്നുവെങ്കിൽ സ്വഹാബത്ത് അതിലേക്ക് മുന്നിടുമായിരുന്നു. നന്മയുടെ ഒരു മാർഗവും സ്വഹാബത്ത് ഉപേക്ഷിച്ചിട്ടില്ല. നന്മയാണെങ്കിൽ ആ നന്മയുടെ എല്ലാ വഴികളും സ്വഹാബത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് അറിയിച്ചു നൽകിയിട്ടുണ്ട്. സ്വഹാബത്ത് പറഞ്ഞതായി കാണാം, ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയെക്കുറിച്ചുള്ള വിജ്ഞാനം പോലും റസൂൽ ഞങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നു. ആ പക്ഷിയുടെ മാംസം കഴിക്കാൻ പറ്റുമോ, ആ പക്ഷിയുടെ കാഷ്ടം അത് ത്വാഹിറാണോ എന്ന് പോലുമുള്ള വിധികൾ, അത്രയും നിസ്സാരമായ കാര്യങ്ങൾ പോലും റസൂൽ ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ നന്മകളും റസൂൽ അറിയിക്കാതെ പോയിട്ടില്ല. ആ റസൂലിന്റെ ഹദീസുകളിൽ എവിടെയും നബിദിനാഘോഷത്തെക്കുറിച്ച് അവിടുന്ന് പരാമർശമില്ല. സ്വഹാബത്ത് റസൂലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് അറിയിച്ചു നൽകിയിട്ടുണ്ട്. റസൂലിന്റെ ഓരോ ചലനവും നിശ്ചലനവും സ്വഹാബത്ത് നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാം. ഫതബസ്സമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുഞ്ചിരിക്കാറുണ്ട്. ഫളഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അവിടുന്ന് ചിരിക്കാറുണ്ട്. ഫസകത ഹുനൈഹതൻ, റസൂലുള്ളാഹി അവിടുന്ന് അല്പനേരം മൗനം പാലിക്കുകയുണ്ടായി. ഫബക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അവിടുന്ന് കരയുകയുണ്ടായി. ഫഹസിന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അവിടുന്ന് ദുഃഖിക്കുകയുണ്ടായി, വിഷമിക്കുകയുണ്ടായി എന്നിങ്ങനെ തുടങ്ങി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ റസൂലിന്റെ കളിയാകട്ടെ, ചിരിയാകട്ടെ, സങ്കടമാകട്ടെ, മൗനമാകട്ടെ, സംസാരമാകട്ടെ എല്ലാം കൃത്യമായി സ്വഹാബത്ത് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അതിലെവിടെയും റസൂലിന്റെ മൗലിദിനെ കുറിച്ച് പരാമർശമില്ല. കാരണം എന്താണ്? അത് അവർക്ക് പരിചയമില്ലാത്തതാണ്, അത് ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. പിന്നീട് എവിടെ നിന്നാണ് ഈ മൗലിദ് കടന്നു വന്നത്? ആദ്യത്തെ സച്ചരിതരായ 3 തലമുറകൾക്ക് ഇത് പരിചയമില്ല. പിന്നീട് എവിടെ നിന്ന് ഇത് കടന്നു വന്നു? ആരാണ് ഈ ബിദ്അത്തിന് അസ്തിവാരമിട്ടത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ താളുകൾ അത് മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാം. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ റാഫിദികളായ ഉബൈദികളാണ് ഇതിന് തുടക്കമിട്ടവർ. ആരാണ് റാഫിദികൾ? ആരാണ് ഉബൈദികൾ? അവർ തനിച്ച ശിയാക്കളാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരം ആരോപിക്കുന്നവർ, അബൂബക്കറും ഉമറും കാഫിറാണെന്ന് പറയുന്നവർ, സ്വഹാബത്തിനെ ചീത്ത പറയൽ, സ്വഹാബത്തിനെ അധിക്ഷേപിക്കൽ അതൊരു ഇബാദത്തായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരാണ് ഈ നബിദിനാഘോഷത്തിന് തുടക്കമിട്ടതെന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ 3 തലമുറകൾക്ക് ഇത് പരിചയമില്ല. 1-ാം നൂറ്റാണ്ടുകാർക്കും 2-ാം നൂറ്റാണ്ടുകാർക്കും 3-ാം നൂറ്റാണ്ടുകാർക്കും ഈ നന്മ അറിയാതെ പോയി എന്നാണോ ഇതാഘോഷിക്കുന്നവർ പറയുന്നത്? 4 മദ്ഹബിന്റെ ഇമാമുകൾ അവർക്ക് ഈ നന്മകൾ അറിയാതെ പോയി എന്നാണോ ഈ മൗലിദ് ആഘോഷിക്കുന്ന
അനുകൂലിക്കുന്ന ആളുകൾ അവർ പറയാതെ പറയുന്നതും. അതുകൊണ്ട് മൗലിദാഘോഷത്തെ അനുകൂലിക്കുന്നവർ, അതിൽ നടത്തുന്ന ആളുകൾ തന്നെ അവർ തന്നെ എഴുതി വെച്ചതാണ് മൗലൂദ് കഴിക്കൽ മുൻപ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ശാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ബിദ്അത്തിന്റെ അടിസ്ഥാനം, ഈ മൗലിദ് കഴിക്കുക എന്നതിന്റെ അടിസ്ഥാനം അത് ബിദ്അത്താകുന്നു. ലം തുൻകൽ അനി സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, സച്ചരിതരായ ആദ്യത്തെ 3 തലമുറകളിൽ നിന്നും ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടതായി നാം കാണുന്നില്ല. മഹാനായ അബൂ സുറ അൽ ഇറാഖി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലാ നഅലമു ദാലിക അയ അമലൽ മൗലിദി വലൗ ബിഇത്ആമി അത്'ആമി അനി സലഫ്, സലഫുകളിൽ നിന്നും സച്ചരിതരായ സഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും തബഉ താബിഈങ്ങളിൽ നിന്നും അവരിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും നബിദിനത്തിന് ഒരു ഭക്ഷണം നൽകിക്കൊണ്ടെങ്കിലും അവർ അത് ആഘോഷിച്ചതായി നമുക്കറിയില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സച്ചരിതരായ ഈ 3 തലമുറകൾക്കും പരിചയമില്ലാത്ത ഷിയാക്കൾ കൊണ്ടുവന്ന ഈ ഒരു ആഘോഷം അതെന്തിനാണ്? നമുക്ക് കവികൾ പറഞ്ഞതുപോലെ വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്, എല്ലാ നന്മയും കുടികൊള്ളുന്നത് അത് സലഫുകളായ അവരെ പിൻപറ്റുന്നതിലാണ്, എന്നാൽ എല്ലാ തിന്മയും അത് കുടികൊള്ളുന്നത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ ബിദ്അത്തുകളിലാണ് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് മൗലിദാഘോഷത്തെ എതിർക്കാനുള്ള രണ്ടാമത്തെ കാരണം. അതാണ് മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സ്വഹീഹായ ഒരു തെളിവുമില്ല, ഒരു രേഖയുമില്ല. കാരണം റസൂലുള്ളാഹി ജനിച്ചത് എന്നാണെന്ന്, ഏത് ദിവസത്തിലാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായങ്ങൾ കാണാം. റസൂലുള്ളാഹി റമളാനിലാണ് ജനിച്ചതെന്ന് രേഖപ്പെടുത്തിയവരുണ്ട്, അതല്ല റബീഉൽ അവ്വൽ 4-നാണെന്നും അതുപോലെ വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? ഒരാളുടെ ജന്മദിനത്തിന് അതിന് പ്രത്യേകമായ ആഘോഷങ്ങളോ അതുപോലെയുള്ള പരിപാടികളോ ഒന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജന്മദിനം അത് പ്രത്യേകമായി ആഘോഷിക്കപ്പെടുന്ന ഒന്നായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ അത് കൃത്യമായി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ടത് അത് റബീഉൽ അവ്വൽ 12-നാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹി മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന വിഷയത്തിൽ. അതിന്റെ അർത്ഥം റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ ദുഃഖാചരണം നടത്തണമെന്നല്ല, കറുത്ത വസ്ത്രം ധരിച്ച് കറുത്ത കൊടി കെട്ടണമെന്നുമല്ല, മറിച്ച് റസൂലുള്ളാഹി മരണപ്പെട്ട ആ ദിവസം എങ്ങനെയാണ് നിനക്കന്ന് ആഘോഷിക്കാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, റസൂലുള്ളാഹി മദീനയിലേക്ക് കടന്നു വന്ന ദിവസം മദീന മുഴുവൻ പ്രശോഭിതമാവുകയാണ്, മദീന മുഴുവൻ പ്രകാശപൂരിതമാവുകയാണ്. റസൂലുള്ളാഹി മരണപ്പെട്ട അന്ന് മദീന മുഴുവൻ ഇരുട്ടിലായി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. റബീഉൽ അവ്വൽ 12-ന്റെ ദിവസം അന്ന് ദുഹാ സമയത്ത് റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറയുന്നു, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്നവിടുന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ ദുഹാ സമയത്ത് നാം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? റോട്ടിലൂടെ ആളുകൾക്ക് യാത്രാ തടസ്സമുണ്ടാക്കി ഡാൻസ് കളിക്കുകയാണ്, മ്യൂസിക്കിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടിക്കലർന്നുകൊണ്ട് കേക്ക് മുറിക്കുകയാണ്, അവൻ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അനുഭവിച്ച വേദനകൾ ആ റസൂലിന്റെ മരണത്തെക്കാൾ ഈ ഉമ്മത്തിനെ ബാധിച്ച മറ്റൊരു വിപത്തുമില്ല എന്ന് റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതെങ്കിലും ഓർത്തിട്ട് ഈ ആഘോഷത്തിൽ നിന്ന് നിനക്കൊന്ന് മാറി നിന്നുകൂടെ എന്ന് പണ്ഡിതന്മാർ അവർ ഉണർത്തിയതായി കാണാം. നാലാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, മൗലിദ് എന്നത് അതൊരു ആഘോഷമാണ്. അറബിയിൽ അതിനെ ഈദ് എന്ന് പറയും. ഈദ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നതിനാണ് ഈദ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകം ഒരു ആഘോഷം എന്നത് അതൊരു ഈദായിട്ടാണ് ആഘോഷിക്കുന്നത്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ഇസ്ലാമിൽ 2 ഈദുകളേ ഉള്ളൂ, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. അതല്ലാത്ത മറ്റു ദിവസങ്ങളെ ഇത്തരത്തിലുള്ള ഈദുകളായി സ്വീകരിക്കുകയും അത് ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത് അത് ഹറാമായ കാര്യമാണ്, അത് പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അത് ഏത് ആഘോഷമായിക്കൊള്ളട്ടെ, നബിദിനം എന്നല്ല ബാക്കി ഏതാണെങ്കിലും ഇത്തരത്തിൽ പ്രത്യേകമായ ദിവസങ്ങൾ ഇങ്ങനെ കാലക്രമേണ വരുന്ന തുടർച്ചയായി വരുന്ന ആഘോഷങ്ങൾ അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും അല്ലാത്ത മറ്റൊന്നും പ്രമാണങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല. അഞ്ചാമത്തെ കാരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന മഹബ്ബത്ത് എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ ബിദ്അത്ത് അവർ ചെയ്യുന്ന ആ ബിദ്അത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നില്ല, മറിച്ച് അതിൻ്റെ കൂടെ ഒട്ടനവധി ഹറാമുകൾ, ഒട്ടനവധി വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അവർ അതിൻ്റെ കൂടെ അതിലേക്ക് കൂട്ടിക്കടത്തിയതായി നമുക്ക് കാണാം. റബീഉൽ അവ്വൽ തുടങ്ങിയത് മുതൽ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലാറുള്ളത് പോലെ ധാരാളം മൗലൂദുകൾ പള്ളികളിൽ വെച്ച് ചൊല്ലാറുണ്ട്. മുസല്ല വിരിച്ച് നല്ല സുഗന്ധമൊക്കെ പരട്ടി അവരൊക്കെ മൗലൂദുകൾ ചൊല്ലുകയാണ്, ഈടത്തിൽ പാടുകയാണ്. എന്താണ് പാടിക്കൊണ്ടിരിക്കുന്ന വരികൾ, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയില്ല. അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള ശിർക്കൻ വരികൾ ജനങ്ങളെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെത്ര ഗുരുതരമായ ചിന്മയാണ്, എത്ര ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചൊല്ലാറുള്ള പല മൗലിദുകൾ നമുക്ക് കാണാം. ശറഫുൽ ലനാ മൗലിദ്,
അതിലവർ പറയുന്ന കാര്യം എന്താണ്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീറു. അവിടുന്ന് പറയുകയാണ്, റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ സാധുവായ ഈ ദാസൻ അങ്ങയുടെ ഫദ്ൽ, അങ്ങയുടെ ഔദാര്യം കാംക്ഷിക്കുകയാണ്. ബശീറും നദീറുമായ നബിയെ, അങ്ങയെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമാണ് വിചാരിക്കുന്നത്. എന്നിട്ട് റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഫഅഗ്ഫ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി. നരകത്തിൽ നിന്ന് നരകവാസികളെ അവിടുന്ന് രക്ഷിക്കുന്ന രക്ഷക. യാ ഗിയാസി യാ മലാമി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. വേദനാജനകമായ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഞങ്ങളുടെ അവലംബ കേന്ദ്രമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. മറ്റു ചില വരികളിൽ നമുക്ക് കാണാം, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദ. നായകന്മാരുടെ നായകനായ റസൂലേ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. ഞാൻ അങ്ങയെയാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ പ്രതീക്ഷ മുഴുവൻ അങ്ങയിലാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹ സഫലീകരണത്തിൽ താങ്കൾ എന്നെ നിരാശപ്പെടുത്തരുത് എന്ന് റസൂലിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. റസൂലിനെ വിളിച്ചുകൊണ്ട് പാപമോചനം ചോദിക്കുകയാണ്. ഇത്തരത്തിൽ എത്രയോ ശിർക്ക് കലർന്ന, എത്രയോ അമിതമായ പ്രശംസകൾ കലർന്ന വരികളാണ് പലരും അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മിൽ കടന്നു വന്നുകൂടാ. ഈ ബിദ്അത്തുമായി ഒരിക്കലും സഹകരിച്ചു പോവുക എന്നുള്ളത് അത് മുസ്ലിമായ മുഅ്മിനായ മുവഹിദായ ഒരു വ്യക്തിക്ക് അവന് കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ഇതുവരെ കേട്ടത് ബിദ്അത്തായ മൗലിദാഘോഷത്തിൻ്റെ അപകടമാണ്. അത് ഹറാമാണ്, അത് ബിദ്അത്താണ് എന്ന് പറയാനുള്ള കാരണങ്ങളാണ് നാം സൂചിപ്പിക്കുകയുണ്ടായത്. എന്നാൽ ആ ബിദ്അത്തിനേക്കാൾ അപകടകരമായ, ആ ബിദ്അത്തിനേക്കാൾ ഗൗരവമായ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഇനി ഉണർത്താനുള്ളത്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടാനിരിക്കുന്ന ചില ആഘോഷങ്ങളുണ്ട്. അത് മുസ്ലിമീങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആഘോഷങ്ങളാണ്. ശിർക്കിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ആഘോഷങ്ങളാണ്. ചിലർ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ ആഘോഷമാണ്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിലുള്ള ആഘോഷമാണെന്നൊക്കെയാണ് ചിലർ അതിനെ നിസ്സാരവൽക്കരിക്കുന്നത്, മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ. എന്നാൽ ഇത് ആഘോഷിക്കുന്ന ആളുകൾ, അതിൻ്റെ വക്താക്കൾ, അവർ തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഈ ആഘോഷത്തിന് പിന്നിൽ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള അന്ധമായ ചില ശിർക്കൻ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ശിർക്കിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ട ആഘോഷങ്ങൾ, അതുമായി മുസ്ലിമായ ഒരു വ്യക്തിക്ക് അവന് സഹകരിക്കാൻ കഴിയുകയില്ല. നാം ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാപങ്ങളുടെ കൂട്ടത്തിൽ, തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് അത് ശിർക്കാണ് എന്ന ബോധ്യമുള്ള ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ശിർക്കൻ ആഘോഷങ്ങൾ അതിനവൻ്റെ മനസ്സിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. എന്നാൽ പലർക്കും ഇന്നത് അറിയില്ല. അവരുടെ മനസ്സിൽ നിന്ന് അതിൻ്റെ ഗൗരവം എടുത്തുപോയിട്ടുണ്ട്. ഖബറിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യലാണോ, അതല്ല ഒരാൾ വ്യഭിചരിക്കലാണോ ഏറ്റവും വലിയ തിന്മ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയുന്നത് വ്യഭിചാരം എന്നാണ്. വ്യഭിചാരം എന്നത് വലിയ തിന്മ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ആ വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, അതിനേക്കാളെല്ലാം ഗൗരവമായൊരു തിന്മയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചില്ലേ, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ ഗൗരവമായ തിന്മ ഏതാണ് റസൂലേ? റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അല്ലാഹുവിന് പങ്കുകാരൻ നിശ്ചയിക്കലാണ്, അവനിൽ പങ്കു ചേർക്കലാണ്. അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്. ആ ശിർക്കിനേക്കാൾ അപകടകരമായ മറ്റൊരു തിന്മയുമില്ല. എല്ലാ തിന്മകളും അത് ശിർക്കിന്റെ താഴെയാണ്. ഇതൊരാളുടെ ഹൃദയത്തിൽ ദൃഢമാണെങ്കിൽ, ഇതൊരാളുടെ മനസ്സിലുണ്ടെങ്കിൽ, പിന്നീട് എങ്ങനെയാണ് അവന് ശിർക്കിന്റെ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അതിനോട് യോജിച്ചു പോകാൻ കഴിയുക? അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് എങ്ങനെയാണ് അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാന തത്വം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നാൽ പല ആളുകളും ഇന്ന് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. മുസ്ലിമീങ്ങളാണ് അതിൻ്റെ പിന്നാലെ കൂടുതലായും. അവർ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന നിലക്കാണ്. ആഘോഷത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആഘോഷത്തിൽ പങ്കെടുക്കാം, കേക്ക് മുറിക്കണമെങ്കിൽ കേക്ക് മുറിക്കാം, വസ്ത്രം മാറണമെങ്കിൽ വസ്ത്രം മാറാം, അതല്ല പൂക്കളം ഇടണമെങ്കിൽ പൂക്കളം ഇടാം. ഒന്നിനും അവർക്ക് തടസ്സമില്ല. അവർ മറ്റുള്ളവരുടെ മുൻപിൽ തലകുഴിക്കുകയാണ്. ഒരിക്കലും മുസ്ലിമായ വ്യക്തി അങ്ങനെയല്ല. അവനവൻ്റെ ദീന് കൊണ്ട് ഇസ്സത്തോടുകൂടി ജീവിക്കേണ്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനിൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ ഒരാളോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൂടാ. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ, നീ ചുട്ട് കരിക്കപ്പെട്ടാലും നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ പോലെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല,
ശിർക്കിന്റെ ആഘോഷങ്ങളിൽ പങ്കുചേരുക, അതിന് ആശംസകൾ അറിയിക്കുക, അതിന്റെ വക്താക്കളാവുക എന്നത് തന്നെ അത് തൃപ്തിപ്പെടുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവന്റെ അടിമകളെ, അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളുടെ വിശേഷണമായി പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവർ സൂറിന് സാക്ഷ്യം വഹിക്കാത്തവരാണ്. എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? താബിഈങ്ങളായ പണ്ഡിതന്മാർ അബുൽ ആലിയ, അതുപോലെ തന്നെ താവൂസ്, മുഹമ്മദ് ബിൻ സീരീൻ, വല്ലഹാഖ് എന്നിങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ താബിഈങ്ങൾ അവരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ സത്യ നിഷേധികളായ കാഫിറുകളായ ആളുകൾ അവരുടെ ആഘോഷമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി അതിന് സാക്ഷ്യം വഹിക്കാത്തവരാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പുണ്യത്തിൽ നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, എന്നാൽ പരസ്പരം അക്രമത്തിൽ പാപത്തിൽ നിങ്ങൾ സഹായിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും മുസ്ലിമായ ഒരു വ്യക്തി ആ മുസ്ലിമിന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.